മുസ്ലിം ലീഗിന് മലപ്പുറം ജില്ലയിൽ വലിയ വിമത ഭീഷണി നിലനിൽക്കുന്ന ഒരു മണ്ഡലം മങ്കടയാണ്. മങ്കടയിൽ മുസ്ലിം ലീഗിന്റെ മണ്ഡലം സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ് തന്നെയാണ് വിമത സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. ആ വാർത്തയിലേക്കാണ്. ഒരു കാരണവുമില്ലാതെയാണ് ലീഗ് നേതൃത്വം തന്നെ പുറത്താക്കിയതെന്ന് മലപ്പുറം മങ്കടയിലെ ലീഗ് വിമത സ്ഥാനാർത്ഥി കുന്നത്ത് മുഹമ്മദ് പറയുന്നു. 37 വർഷത്തോളം മുസ്ലിം ലീഗ് മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്നു. നിലവിൽ 8 വർഷത്തോളമായി മങ്കട മണ്ഡലം പ്രസിഡന്റാണ്. ചില ചാനലുകളിൽ താൻ LDF സ്ഥാനാർത്ഥിയാകുമെന്ന റിപ്പോർട്ട് വന്നു. ഇതേ തുടർന്ന് ഒരു സുപ്രഭാതത്തിൽ അകാരണമായി തന്നെ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കുകയായിരുന്നെന്നാണ് കുന്നത്ത് മുഹമ്മദ് പറയുന്നത്. 37ഓളം വർഷം മണ്ഡലം കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരു സുപ്രഭാതത്തിൽ നമ്മൾക്കറിയാം മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തതായിട്ട് അറിയാൻ കഴിയും. ഏതൊരു ചാനലിൽ ഒരു പക്ഷേ കുന്നത്ത് മുഹമ്മദ് LDF സ്ഥാനാർത്ഥി ആയിരിക്കാം എന്നുള്ളൊരു റിപ്പോർട്ട് വന്നു. ഞാൻ നിങ്ങളെ മുമ്പിൽ, പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ ഒരിക്കലും അതിൽ വന്നിട്ട് നിങ്ങൾക്കൊരു അഭിമുഖം തന്നിട്ടില്ല. ഒരു ഫേസ്ബുക്കിലും അത്ര സംഭവങ്ങളുണ്ടായിട്ടില്ല. ഇവിടുത്തെ പ്രാദേശിക ചാനൽ പല സമയങ്ങളും മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്ക് എന്നോട് വന്ന അഭിമുഖം ചോദിച്ച സമയത്ത് ഞാൻ തരുന്നില്ല, അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി തീരുമാനിക്കും, പാണക്കാട് ഞങ്ങൾ തീരുമാനിക്കും, അത് ആ രൂപത്തിലേ പോകുന്നു. യെസ്, ജംഷീർ കൊടുങ്ങി വിശദാംശങ്ങൾ നൽകും. ജംഷീർ, മങ്കടയിലെ വിമത ഭീഷണി അത്ര ലാഘവത്തോടു കൂടി എടുക്കാൻ കഴിയുന്ന ഒന്നല്ല എന്ന് ലീഗിനറിയാം. അപ്പോൾ ഈ കുന്നത്ത് മുഹമ്മദിന്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം നേരത്തെ സീറ്റ് മോഹിച്ചിരുന്നോ, അല്ലെങ്കിൽ നേതൃത്വവുമായോ മഞ്ഞളാംകുഴി അലിയുമായോ ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇതിപ്പോ ഒരു സ്ഥാനാർത്ഥിത്വത്തിലേക്ക് പോകുന്നതിന് മുമ്പ് സെറ്റിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രശ്നമാണോ ലീഗിന്? സൈഫു, അദ്ദേഹത്തെ ഇനി സെറ്റിൽ ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തെ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനത്ത് നീക്കം ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇന്നിപ്പോൾ രാവിലെ പാണക്കാട് തങ്ങളോട് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ പാർട്ടി അംഗത്വത്തിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. CPM മലപ്പുറം ജില്ലയിൽ ലീഗിൽ നിന്ന് പലരെയും ശ്രമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് കുന്നത്ത് മുഹമ്മദ് എന്ന് ലീഗ് പറയുകയും കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലീഗ് ആ ഒരു മൈൻഡിൽ തന്നെയാണ് ഇതിനെ എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇന്നിപ്പോൾ വിശദമായി തന്നെ കുന്നത്ത് മുഹമ്മദ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് വർഷങ്ങളായി താൻ രാഷ്ട്രീയമായി ലീഗുകാരനാണ്, തന്റെ കുടുംബം ലീഗുകാരനാണ്, 3 തലമുറ ലീഗുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. രാഷ്ട്രീയ പ്രസ്ഥാനം, വിദ്യാഭ്യാസ പ്രസ്ഥാന കാലഘട്ടം മുതൽ താൻ മുസ്ലിം ലീഗിനൊപ്പം MSF-ലൂടെ പ്രവർത്തിച്ചു വന്ന ആളാണ്. 37 വർഷമായി മണ്ഡലം കമ്മിറ്റി ഭാരവാഹിത്വമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ താൻ ഈ മഞ്ഞളാംകുഴി അലിയുടെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് തുടരെ അദ്ദേഹം ഇന്നലെ വന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങളാണ് തന്നെ പുറത്താക്കുന്നത്. അതിന് പിന്നിൽ ചില ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ മഞ്ഞളാംകുഴി അലിയുടെ കൂടെയുള്ള ആളുകളാണ് താൻ LDFന്റെ സ്ഥാനാർത്ഥിയാവുന്ന എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾക്ക് വാർത്ത നൽകിയതും ആ വാർത്ത മാധ്യമങ്ങൾ നൽകുകയും ആ വാർത്ത വന്നതിന് പിന്നാലെ ചില ആളുകൾ മണ്ഡലം കമ്മിറ്റിയിൽ തനിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് തനിക്കെതിരെ യാതൊരു കാരണവുമില്ലാതെ തന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ താൻ സ്വതന്ത്രനായി തന്നെ പ്രതിഷേധം അറിയിക്കാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിൽ തന്നെ ഉള്ള ആളുകൾ, അലിക്കെതിരെയുള്ള വിമർശനമുള്ള ആളുകൾ തനിക്കൊപ്പമുണ്ട്. ഇടതുപക്ഷം കൂടി തനിക്കൊപ്പം നിന്നാൽ താൻ വിജയം ഉറപ്പിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷത്തിലെ ആളുകൾ തന്നെ ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ സർവ്വസ്വതന്ത്രനായിട്ടാണ് മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ പിന്തുണ തന്നാൽ അത് സ്വീകരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇടതുപക്ഷ സ്വതന്ത്രനല്ല, സർവ്വസ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് CPMന്റെ ജില്ലാ നേതൃത്വത്തെ ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ബൈറ്റിലേക്കോ ഒന്നും വരാൻ ഇപ്പോൾ ആയിട്ടില്ല. ഏതായാലും ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും. നാളെയോടുകൂടി ജില്ലാ പ്രസിഡന്റ് VP അനിൽ മാധ്യമങ്ങളെ കാണും. അപ്പോൾ അറിയിക്കാമെന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. മങ്കടയിൽ MP അലവി, അതായത് CPMന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള MP അലവി ഇത്രയും ദിവസമായിട്ടും പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. അത് കുന്നത്ത് മുഹമ്മദിൽ കണ്ണുവെച്ചുകൊണ്ട് തന്നെയാണ് CPM അത്തരത്തിലുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അലവിയെ മത്സരത്തിന് ഇറക്കാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്നലെ നമ്മൾ MP അലവിയെ നേരിട്ട് കാണുകയും നാമനിർദ്ദേശ പത്രിക കൊടുത്ത സമയത്ത് നമ്മുടെ മൈക്ക് ബൈറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നുമുണ്ട്, എന്താ നീക്കുപോക്കുകൾ ഉണ്ടാകും, വിജയസാധ്യതയാണ് പാർട്ടി കണക്കിലെടുക്കുന്നത്, പാർട്ടി തീരുമാനിച്ചാൽ താൻ പിന്മാറും, അവിടെ ഇദ്ദേഹത്തിന് പിന്തുണ നൽകും എന്നുള്ള കാര്യം. പക്ഷേ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം തുറന്നൊന്നും പറയുന്നുമില്ല. ഇന്നത്തെ പത്രസമ്മേളനത്തിന് വേണ്ടിയായിരുന്നു ഒരുപക്ഷെ പാർട്ടി കാത്തിരുന്നത്. അതുകൊണ്ടാണ് ഇന്നലെയൊന്നും പ്രതികരണം വരാത്തത്. പക്ഷേ ഇന്നും അദ്ദേഹം തുറന്നു പറയുന്നില്ല എന്നതാണ് പാർട്ടിയെയും ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ടി ഇന്ന്
അദ്ദേഹവുമായി നേരിട്ട് ചർച്ച നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷമായിരിക്കും ഒരു പക്ഷേ ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആകെ ഇപ്പോൾ CPM-ന് കിട്ടിയിരിക്കുന്ന ഒരു ലീഗിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ കുന്നത്ത് മുഹമ്മദ് മാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൂടെ കൂട്ടാനുള്ള ശ്രമമായിരിക്കും ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പ്രത്യേകിച്ച് പൊന്നാനി താനൂർ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ലീഗ് വിമതർക്ക് വേണ്ടി പരമാവധി പരതി നോക്കിയതാണ്, പക്ഷേ കിട്ടിയില്ല. അവിടെ ഇപ്പോൾ ഒരു വ്യവസായിയെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത്. വള്ളിക്കുന്നിലും സമാനമായ രീതിയിൽ UDF കോൺഗ്രസിൽ നിന്ന് ഒരാളെ കൊണ്ടുവരാനുള്ള ശ്രമം ഊർജിതമായി നടത്തി. അവസാന നിമിഷം അതും പരാജയപ്പെട്ടു. അങ്ങനെ പല ശ്രമങ്ങളും നടത്തിയെങ്കിലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരത്തിലുള്ള സർപ്രൈസ് സ്ഥാനാർത്ഥികൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്തവണ അക്കാര്യത്തിലെല്ലാം തന്നെ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇനി മങ്കടയിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയെ ഇതുവരെ കളത്തിലിറക്കാത്തത് ഇത് മോഹിച്ച് അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെ കൂടെ കൂട്ടാമെന്നുള്ളത് തന്നെയായിരിക്കും ഇന്നത്തെ ആലോചന. അതിനുശേഷം നാളെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് CPM പോവുക. ഏതായാലും സർവ്വസ്വതന്ത്രനായ ഈ കുന്നത്ത് മുഹമ്മദിനെ പിന്തുണക്കാൻ തന്നെ ആയിരിക്കും ഒരുപക്ഷെ CPM-ന്റെ ഒരു ധാരണ വരിക എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പം അദ്ദേഹം പറഞ്ഞത് CPM-ന്റെ പിന്തുണയുണ്ടെങ്കിൽ ഒരുപക്ഷെ താൻ ജയിക്കും, അതല്ലെങ്കിൽ പ്രതിഷേധ സൂചകമായ വോട്ട് താൻ വോട്ട് നേടും എന്നുള്ള കാര്യമാണ്. അത് കുന്നത്ത് മുഹമ്മദിന് കോൺഫിഡൻസ് കുറവ് ഉണ്ട് എങ്കിൽ പോലും CPM-ന്റെയും വിമതരുടെ അല്ലെങ്കിൽ എതിർത്ത് നിൽക്കുന്നവരുടെയൊക്കെ വോട്ട് നേടിയെടുത്താൽ തനിക്ക് വിജയിക്കാം എന്നൊരു ആത്മവിശ്വാസം മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്.